വീണ്ടും വാർത്തകളിലേക്ക്. കായിക താരം അഞ്ജലിയുടെ മുന്നേറ്റം തുടരുന്നു. റാഞ്ചിയിലും സ്വർണം. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ ആഹ്ലാദ പ്രകടനം. ഉത്തർപ്രദേശിലെ റാഞ്ചിയിൽ നടക്കുന്ന ദേശീയ കായികമേളയിൽ 400 മീറ്റർ ഓട്ട മത്സരത്തിൽ കേരളത്തിനു വേണ്ടി നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ കായിക താരം PD അഞ്ജലി ഒന്നാം സ്ഥാനത്തെത്തി സ്വർണം നേടി. ദേശീയ തലത്തിൽ കൈവരിച്ച അഞ്ജലിയുടെ ഈ നേട്ടത്തിൽ ചൊവ്വാഴ്ച സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും നാട്ടുകാരും ആഹ്ലാദ പ്രകടനം നടത്തി. ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ ഗ്രൗണ്ടിനെ വലം വെച്ച് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ ബാൻഡ് മേളവും അകമ്പടിയായി. സ്കൂൾ പ്രിൻസിപ്പാൾ KH സാജൻ മാസ്റ്റർ, HM ബേബി ടീച്ചർ, വാർഡ് മെമ്പർ MK മോഹനൻ, PK സുധീഷ്, KB ഹംസ, PV രാധാകൃഷ്ണൻ, MK സഹദേവൻ, MK സദാനന്ദൻ, PV ദിനേശൻ, സതി ടീച്ചർ തുടങ്ങിയവരും നേതൃത്വം നൽകി. നാട്ടിക ചെമ്പിപ്പറമ്പിൽ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, ശീവേലി, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് എന്നിവ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. രാവിലെ തന്ത്രി TK സുഗതന്റെ നേതൃത്വത്തിൽ ശീവേലി പുരയുടെയും ക്ഷേത്ര ഗോപുരത്തിന്റെയും സമർപ്പണ ചടങ്ങും നടന്നു. ക്ഷേത്രം മേൽശാന്തി ലാൽ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് CP രാമകൃഷ്ണൻ, സെക്രട്ടറി CK ഗോപൻ, അഡ്വക്കേറ്റ് വിശേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഉച്ചതിരിഞ്ഞ് നടന്ന പകൽപൂരത്തിൽ 3 ആനകൾ അണിനിരന്നു. സന്ധ്യയ്ക്ക് ദീപാരാധന, വർണ്ണമഴ, വെടിക്കെട്ട് എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. നിരവധി ഭക്തരാണ് ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുത്തത്. നാട്ടിക ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള അഡ്വഞ്ചർ കാർണിവലിന്റെ ഭാഗമായി പാരാഗ്ലൈഡിംഗും ഗജസവാരിയും നടത്തി. ഈ മാസം 23 വരെ അഡ്വഞ്ചർ കാർണിവൽ തുടരും. തിരോത്സവത്തോടനുബന്ധിച്ച് നടത്തിവന്ന സാഹസിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നതിനും മറ്റും നിരവധി പേരാണ് ബീച്ചിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം ഈ മാസം 30, 31 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ തൃപ്പയാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിലാണ് ആഘോഷ പരിപാടികൾ നടക്കുക. ചൊവ്വാഴ്ച തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി കൊടിയേറ്റ ചടങ്ങ് നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. 25-ന് രാവിലെ 9 മണിക്ക് രക്തദാന പരിപാടി സംഘടിപ്പിക്കും. 29-ന് വൈകിട്ട് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മണപ്പുറം ഗ്രൂപ്പ് MD VP നന്ദകുമാർ നിർവഹിക്കും. 30-ന് രാവിലെ 6:30-ന് വെഞ്ചരിപ്പ് കർമ്മം, വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, വൈകിട്ട് കുരിശുപള്ളിയിൽ കൊടിയേറ്റ്, ദേവസ്വരൂപം എഴുന്നള്ളിപ്പ്, തിരുനാൾ ദിനമായ 30-ന് രാവിലെ 6:30-ന് വിശുദ്ധ കുർബാന, 10:30-ന് ആഘോഷമായ പാട്ടുകുർബാന എന്നിവ ഉണ്ടായിരിക്കും. തൃശൂർ മേരിമാത മേജർ സെമിനാരി റെക്ടർ ഫാദർ ബാബു പാനാട്ടുപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജിജോ ചാക്യത്ത് സന്ദേശം നൽകും. തുടർന്ന് വൈകിട്ട് 4 മണിക്ക് തിരുനാൾ പ്രദക്ഷിണം, വെടിക്കെട്ട് എന്നിവയും ഉണ്ടാകും. ഫെബ്രുവരി 1-ന് രാവിലെ പരേതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, വൈകിട്ട് 6:30-ന് ആലപ്പുഴ ബ്ലൂ ഡയമണ്ടിന്റെ ഗാനമേള എന്നിവയും ഉണ്ടായിരിക്കും. വീണ്ടും പ്രധാന വാർത്തകൾ. ദേശീയ ഗെയിംസ് റൺ കേരള റണ്ണിന്റെ ഭാഗമായി നാടെങ്ങും കൂട്ടയോട്ടങ്ങൾ. കായിക രംഗത്ത് അഞ്ജലിയുടെ മുന്നേറ്റം തുടരുന്നു. റാഞ്ചിയിലും സ്വർണം. നാട്ടിക ഫിഷറീസ് സ്കൂളിൽ ആഹ്ലാദ പ്രകടനം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.